താങ്കളുടെ ഒരു പ്രതികരണം ഈ പറഞ്ഞ നമോ വിചാർ മഞ്ചിന്റെ സമയത്താണ് കേൾക്കാം. ഇതുപോലുള്ള കൺവെൻഷനുകൾ ഈ മാത്രമല്ല കണ്ണൂർ ജില്ലയിലെമ്പാടും നടക്കും. ഇത് മറ്റൊരു മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒഞ്ചിയുണ്ടായതുപോലെ BJP-യുടെ ഒഞ്ചിയമായിരിക്കും ഈ ചെറുവാഞ്ചേരി എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാറുള്ളൂ. ആ ഒഞ്ചിയത്തെ സമരനായകൻ TP ചന്ദ്രശേഖരനായിരുന്നു. അദ്ദേഹം ഇപ്പോഴില്ല. ചെറുവാഞ്ചേരിയുടെ സമരനായകൻ OK വാസു ആണെങ്കിൽ TP ചന്ദ്രശേഖരന്റെ ഗതി ഉണ്ടാവാതിരിക്കാൻ ഭയന്നുകൊണ്ട് രാഷ്ട്രീയ അഭയം തേടിയതാണ് CPM പാളയത്തിലേക്ക് എന്നാരെങ്കിലും ആരോപിച്ചാലോ? മാഷേ, തെറ്റാണ്. അങ്ങനെ ഒരു ഭയം എന്നെ സംബന്ധിച്ചിടത്തോളം ഭയമില്ല. താങ്കൾക്ക് നേരെ ബോംബേറുണ്ടായതിനു ശേഷം? ബോംബേറുണ്ടായാലും ഭയമില്ല. കാരണം എന്താ പറഞ്ഞാൽ ഞാനിത് 16-ാമത്തെ വയസ്സിൽ ഇത് കണ്ട ആളാണ്. പാനൂർ മേഖല അന്ന് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ PR-ൻ്റെ കാലഘട്ടമാണ്. ആ PR-ൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനോട് പോരടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ട്, ഏറെ ത്യാഗം സഹിച്ചിട്ടുണ്ട്. അതിനുശേഷം BJP-യോടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ CPM-നോടും പോരടിച്ച് നിന്നിട്ടുണ്ട്. അപ്പം മരണത്തെ മുഖാമുഖം കണ്ട പല സന്ദർഭങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഈ ലാസ്റ്റ് ഘട്ടത്തിൽ ഈ മരണത്തിനെ പേടിച്ചു പോയതല്ല. എങ്കിലും പ്രാണഭയം ഒന്നും പ്രാണഭയം ഇല്ല. അവർ ചെയ്തോട്ടെ എന്നുള്ള നിലക്ക് തന്നെയാണ്. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ എന്താ ഇപ്പോൾ 70 വയസ്സ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇവിടെ പിന്നെ അട്ടിമറിക്കുന്നുണ്ടോ? അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ്. പ്രാണഭയം എന്നുള്ളത് മനുഷ്യ സഹജമാണ്, ഉണ്ടാവേണ്ടത്. പക്ഷേ ഉണ്ടാവേണ്ടതാണ്. മാത്രമല്ല താങ്കൾക്കുണ്ടായ കാര്യം എന്ന് പറഞ്ഞാൽ താങ്കൾ പാർട്ടി മാറി അങ്ങോട്ടേക്കുള്ള യാത്രയിൽ കാറിൽ നേരെ ബോംബറുണ്ടായി എന്ന് പറഞ്ഞാൽ ആ ചിന്തിക്കുന്ന ഒരു സംഘമുണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഉറപ്പല്ലേ? അപ്പോൾ ഒരു കൊടിയുടെയോ അല്ലെങ്കിൽ ഒരു ശക്തിയുടെയോ അഭയമില്ലാതെ നിന്ന് കഴിഞ്ഞാൽ അത് സംഭവിക്കും എന്നൊരു ഭയം സ്വാഭാവികമാണ് മനുഷ്യർ. താങ്കൾ തുറന്ന് സംഭവിച്ചാലും ഇല്ലെങ്കിലും. ഈ ഞാൻ രാജിവെച്ചതിന് ശേഷം ഒരു 4 തവണയെങ്കിലും എന്നെ വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞാനും ഭാര്യയും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ബോംബെറിഞ്ഞു, വണ്ടിക്ക് നേരെ ബോംബെറുണ്ടായി, ഞങ്ങൾ രക്ഷപ്പെട്ടു. പിന്നെ അങ്ങനെ ഒരു 3-4-5 തവണ RSSൻ്റെ ഭാഗത്ത് നിന്ന് എന്നെ ആക്രമിക്കാനുള്ള, കൊലപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴാ ഭീതി മാറിയോ? അല്ലെങ്കിൽ ഇപ്പോഴാ ഭീതിയല്ല, അങ്ങനെ സംഭവിച്ചോട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമൊന്നുമില്ല. അങ്ങനെയാണ് ദൈവം നിശ്ചയമെങ്കിൽ അത് നടക്കുന്ന എൻ്റെ വിശ്വാസം. ദൈവവിശ്വാസം? തീർച്ചയായിട്ടും ദൈവവിശ്വാസിയാണ്. ദൈവവിശ്വാസിയാണ്.